ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1കാരുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതിൻ്റെ പാർട്ട് 2 ആണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിൽ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട 5 ധർമ്മങ്ങളെ പറ്റിയിട്ടുമായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ അധികാരത്തെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമേ തന്നെ വരുന്ന ഒരു സബ് ടോപ്പിക്കാണ് മോഡ് ഓഫ് പ്രൊമുൾഗേഷൻ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ മോഡ് ഓഫ് പ്രൊമുൾഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ചുകൂടി പവർഫുള്ളായിട്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഇവിടെ പറയുന്നത് നമ്മൾ മിക്ക രാജ്യങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെയും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൈകാര്യം ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു അധികാരം കൈകാര്യം ചെയ്യുന്നത് ഒരു പക്ഷേ ക്രൂവലായിട്ടുള്ള സൈനിക തലവന്മാരോ അല്ലെങ്കിൽ ഒരു പക്ഷേ എന്താ പറയുക അത്രത്തോളം പോപ്പുലറൊന്നും അല്ലാത്ത നേതാക്കന്മാരൊക്കെ ആയിരിക്കാം. ഓക്കെ, എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇതല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചെന്ന് പറയുമ്പോൾ 1946 ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഫോം ചെയ്യുന്നുണ്ട്. ദെൻ അത് മാത്രമല്ല ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഒത്തിരി പ്രോമിനൻ്റ് ആയിട്ടുള്ള നമ്മുടെ നെഹ്റു, അംബേദ്കർ, ദെൻ ഗാന്ധിജി പോലുള്ള ഒത്തിരി എന്താ പറയുക പ്രോമിനൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് എല്ലാവരും ഉൾപ്പെട്ടിട്ടാണ് അവരൊരുമിച്ച് ചേർന്നിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ട് ഒത്തിരി ഒരുപാട് ഡിസ്കഷൻസ് ഡിബേറ്റുകളൊക്കെ നടത്തിയിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫൈനലി ഫോം ചെയ്തെടുക്കുന്നത്. ദെൻ ഈ ലീഡേഴ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്താ, ആൾക്കാർ കൂടുതലായിട്ട് മീൻസ് അന്നത്തെ ആ ഒരു നാഷണൽ മൂവ്മെൻ്റൊക്കെ നടക്കുന്ന സമയമാണല്ലോ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് മീൻസ് ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആൾക്കാർ പൊതുജനങ്ങൾക്ക് കൂടുതലായിട്ടും അറിവുള്ള നേതാക്കന്മാരാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ചുകൂടി എന്താണ് പവർഫുള്ളാണ്. ഈ ഒരു രീതി പറയുമ്പോൾ മീൻസ് അത്രയും ഒരു എന്താ പറയുക ദീർഘവീക്ഷണമൊക്കെയുള്ള നല്ല നേതാക്കന്മാരാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് കുറച്ചുകൂടി പവർഫുൾ തന്നെയാണ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ ഏതൊരു കുട്ടി അറിഞ്ഞിരിക്കേണ്ട ഒരു പദമാണ് റഫറൻഡം എന്ന് പറയുമ്പോൾ ജനഹിത പരിശോധന എന്ന് മലയാളത്തിൽ പറയും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചതിന് ശേഷം ഒരു റഫറൻഡത്തിന് കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. റഫറൻഡം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ, ജനഹിത പരിശോധന എന്ന് പറയുമ്പോൾ ഒരു ഡിസിഷൻ ഗവൺമെൻറ് എടുക്കുകയാണ്, അങ്ങനെയെങ്കിൽ ഈ ഡിസിഷൻ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കും. ജനങ്ങളുടെ അഭിപ്രായം ആരായുകയാണ് ചെയ്യുന്നത് ഇവിടെ. അതായത് ജനങ്ങൾക്ക് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ജനങ്ങൾക്ക് തന്നെ പറയാനുള്ളൊരു അവസരം കൊടുക്കും. ഇതാണ് റഫറൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മീൻസ് ജനങ്ങളുടെ അനുമതിക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ റഫറൻഡം ഒക്കെ കഴിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി പവർഫുൾ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി രണ്ടാമത് വരുന്ന സബ് ടോപ്പിക്കാണ് ഇതിനകത്ത് മീൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അതോറിറ്റി ആ ഒരു അധികാരം മാർക്ക് ചെയ്യുന്ന ഒരു സബ് ടോപ്പിക്കാണ് ദ സബ്സ്റ്റാൻഷ്യൽ പ്രൊവിഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടാകുന്ന കുറേ വകുപ്പുകൾ, പ്രൊവിഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വകുപ്പുകൾ എന്നാണ് കേട്ടോ. അപ്പോൾ ആ വകുപ്പുകളുടെ പ്രത്യേകതയാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് നമ്മൾ ഇതിനെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് ഭരണഘടന എന്ന് പറയുമ്പോൾ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണക്കാക്കിയില്ല എന്നുണ്ടെങ്കിൽ മീൻസ് കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് നല്ല റൂൾസ് കൊണ്ടുവരുന്നു, കുറച്ച് പേരെ തരം താഴ്ത്തുന്നു, ഇങ്ങനെയുള്ള ഒരു ലെവലിലാണ് പോകുന്നതെങ്കിൽ ആൾക്കാരത് അക്സെപ്റ്റ് ചെയ്യുമോ? മനുഷ്യർ മീൻസ് അത് പീപ്പിൾ അത് അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ല അല്ലേ, അങ്ങനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരെയും ഒരുപോലെ കാണുന്നതാണ്. ഓക്കെ, അങ്ങനെയുള്ള പ്രൊവിഷൻസാണ് മീൻസ് അങ്ങനെയുള്ള വകുപ്പുകളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ ജസ്റ്റിസും ഫ്രീഡവും ഇക്വാളിറ്റിയും ഒക്കെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഈ ജസ്റ്റിസ് എന്ന് വെച്ചാൽ എന്താ, എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതിയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഇക്വാലിറ്റി ആയാലും തുല്യതയാണ് വരുന്നത്. പിന്നെ ഫ്രീഡം, ഓക്കെ, എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെയാണ് എന്തിലുള്ളത്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ വ്യത്യസ്തമല്ലേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല പ്ലസ് ആയിട്ട് ഒരു കാര്യം കൂടി പറയാൻ പറ്റും, മൈനോറിറ്റി സെക്ഷൻസ് ഉണ്ട് നമ്മുടെ രാജ്യത്ത്. എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ എഡ്യൂക്കേഷണലി ഒക്കെ ആയിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. സോ ഈ മൈനോറിറ്റീസിനും അവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊവിഷൻസ് അഥവാ വകുപ്പുകളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മോസ്റ്റ് എന്താ പറയുക അത്രയും അതോറിറ്റി ഉള്ളതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ. മീൻസ് നമ്മുടെ അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് തന്നെ വരുന്ന സബ് ടോപ്പിക്കാണ് ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ എന്ന് പറയുന്നത്.
എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗവൺമെൻറ്റിനെ 3 ഓർഗൻസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ഓർഗൻസിനും അവരുടേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓർഗൻ അവരുടെ അധികാരം മിസ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മറ്റുള്ള ഓർഗൻസ് അതിനെ തടയുന്നതായിരിക്കും. ഓക്കെ, എന്ന് പറയുമ്പോൾ ഒരു തീരുമാനം പോലും മീൻസ് ഗവൺമെൻറ് ഒരു ഡിസിഷൻ പോലും ജനങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഇഷ്യൂസ് ഉണ്ടാക്കാതെ അവിടെ എല്ലാം ഓഫ്സെറ്റായിട്ട് ക്ലിയർ ആയി പോവും അവരുടെ ഇടയിൽ തന്നെ. ഇനി ഒരു പോയിന്റ് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫംഗ്ഷനായിട്ട് പറയുന്നത് അവിടെ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് പറഞ്ഞത്. ലോസ് ഒക്കെ ബാലൻസ് എന്നുള്ളത്. അപ്പോൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിൽ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉറപ്പായിട്ടും അവിടെ മറ്റുള്ള ഒരു കാര്യം പോലും ഗവൺമെന്റ് എടുക്കുന്ന ഒരു ഡിസിഷൻ ഡെവലപ്പായി ഒരുപാട് മാറ്റങ്ങൾ എല്ലാം ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ എന്താ നമ്മുടെ അന്നുണ്ടായ വകുപ്പുകളും കാര്യങ്ങളൊക്കെ മതിയാവോ ഇന്നും നമുക്ക് ഗവൺമെൻറ് ഇന്നും ഫങ്ഷൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്? കുറച്ച് മാറ്റങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവരേണ്ടത് വളരെയധികം ആവശ്യമാണല്ലേ. അപ്പം അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങളും കൊണ്ടുവരണം. അങ്ങനെ മാറ്റങ്ങൾ മീൻസ് അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് പറയുന്നത്. അങ്ങനെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, ഓരോ ചേഞ്ചസ് കൊണ്ടുവരിക, അങ്ങനെ മൊത്തത്തിൽ ബാലൻസ് ആയിട്ട് പോയി കഴിഞ്ഞാലേ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും ഇതുപോലെ സക്സസ്ഫുൾ ആയിട്ട് നിലനിൽക്കത്തുള്ളൂ. അതായത് പീരിയോഡിക്കായിട്ട് കുറേ ചേഞ്ചസ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന് ആവശ്യമാണ്. ഓക്കെ, അതിൻ്റെ പല ഫ്യൂച്ചേഴ്സിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ നമുക്ക് ആവശ്യമാണെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടോപ്പിക്കിന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. സോ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ നമ്മൾ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഓരോ പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയിക്കുക. പറഞ്ഞു തരുന്ന എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ കൂടി ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.